മനുഷ്യന് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു മാധ്യമമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അത് നമുക്ക് ശലോമോന്റെ ആലയത്തിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ, എൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാ കഷ്ടതയിൽ നിന്നും വിടുവിക്കാൻ എൻ്റെ ചെവി തുറന്നിരിക്കുന്നു എന്ന് ദൈവമാണ് ആദ്യമായിട്ട് പറയുന്നത്. സോ പ്രാർത്ഥിക്കാൻ ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ആരാനും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ദൈവമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവത്തോട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ്, ഏറ്റവും വലിയൊരു മാർഗമാണ്. അതുകൊണ്ട് പ്രാർത്ഥന ക്രൈസ്തവ ജീവിതത്തിലെന്ന് മാത്രമല്ല സകല മനുഷ്യർക്കും അനിവാര്യമായിരിക്കുന്ന ഒരു സംഗതിയാകുന്നു. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത യാതൊരു വിധമായിരിക്കുന്ന വിഷയമില്ല എന്നുള്ളതാണ് നമ്മുടെ കൊച്ചു ജീവിതം നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. തിരുവെഴുത്തുകൾ നമ്മളോട് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വിശേഷമായിരിക്കുന്ന ചിന്തകൾ പങ്കുവെക്കുന്ന ഈ മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് ഏതാണ്ട് 600-ലധികം പ്രാർത്ഥനകൾ, ചെറുതും വലുതുമായ 600-ലധികം പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാ രാത്രികളിലും പ്രാർത്ഥിക്കേണ്ടതിന് നിർജ്ജന സ്ഥലത്തേക്ക് പോകുന്ന, വിജനമായ സ്ഥലങ്ങൾ അന്വേഷിച്ച് കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ സുവിശേഷകന്മാർ വിട്ടുകളയാതെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അനുഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 5 പ്രാർത്ഥനകൾ യേശു പ്രാർത്ഥിക്കാൻ പോയ ചില സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ വാചകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 5 പ്രാർത്ഥനാ ഇടങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് കഴിയും. അത് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള ചിന്തയെ ആസ്പദീകരിച്ചുകൊണ്ടാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കപ്പെടാത്ത യാതൊരു വിധമായ വിഷയങ്ങളില്ല എന്നുള്ളതാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പറയേണ്ടുന്ന വലിയ കാര്യമെന്ന് പറയുന്നത്. കാര്യം, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴികളില്ലാതിരുന്ന സമയങ്ങളിൽ, നമുക്ക് മുന്നോട്ട് പോകാൻ ഊർജമില്ലാതിരുന്ന കാലയളവുകളിൽ പ്രാർത്ഥനയുടെ വലിയ വാക്കുകൾ നമ്മളെ തീർച്ചയായിട്ടും ബലം നൽകി സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ നമ്മളിരുന്ന മണിക്കൂറുകൾ, ആവേശത്തോടുകൂടി എഴുന്നേറ്റോടാനുള്ള ദൈവിക കരുത്ത് നമുക്ക് ആ പ്രാർത്ഥനാ മുറികളിൽ വെച്ചാണ് ലഭ്യമായത്. അതുകൊണ്ട് പ്രാർത്ഥന ചെറിയൊരു കാര്യമല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമ്പർ 1, ഒന്നാമത്തേത്, നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവം വ്യത്യാസപ്പെടുത്തി തരുവാനായിട്ട് ഇടയായി തരും. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയുമെന്നുള്ളതാണ്. മോശ ഇസ്രായേൽ ജനവുമായി ഒന്നിച്ച് കടന്നു വന്ന് ചെങ്കടന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ പ്രതികൂലത്തെ ദൈവം മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. പ്രതികൂലങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം വളരെ വ്യത്യസ്തമാണ്. പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം, അത് സാഹചര്യങ്ങൾ മാറുകയല്ല, മറിച്ച് ദൈവം നമ്മളെ തന്നെ മാറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുന്ന ക്രൈസിസ് ഒരുപക്ഷെങ്കിൽ മാറിയതായിട്ട് നമ്മൾ കാണത്തില്ല. വെല്ലുവിളികൾ അങ്ങനെ തന്നെ ഉണ്ടായേക്കാം, രോഗങ്ങളും അങ്ങനെ തന്നെ തുടരുന്നുണ്ടാകാം, പ്രതിസന്ധികളും ധാരാളമായിട്ട് പിന്നെയും വർദ്ധിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ ഒരു കൂസലുമില്ലാതെ, ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ വളരെ ധൈര്യത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മളെ മാറ്റുന്നതും കൂടിയാണ് പ്രാർത്ഥന എന്ന് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതിലൂടെ എൻ്റെ സ്നേഹിതർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന എല്ലാ പ്രതിസന്ധികളും ചിലപ്പോൾ ദൈവം മാറ്റിയേക്കാം. ഇല്ല, അതങ്ങനെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആവശ്യം മുൻപിലുണ്ടായിരിക്കുന്ന ആ പാനപാത്രം നീങ്ങിപ്പോകണം എന്നുള്ളതാണ്. എന്നാൽ ആ പാനപാത്രം നീങ്ങിപ്പോയതായിട്ടോ യേശു ക്രിസ്തുവിന് മരണത്തിൽ നിന്ന് ഒഴിവ് ലഭിച്ചതായിട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അതിനേക്കാൾ ഉപരി നമ്മൾ കാണുന്നത് ആ മരണത്തിലേക്ക് പ്രവേശിക്കുവാനും ആ പാനപാത്രം പാനം ചെയ്യുവാനും
യേശു ക്രിസ്തു കരുത്തുറ്റവനായി തീർന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥന നമ്മളോട് പഠിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള വഴികൾ തെളിയുമായിരിക്കാം, അല്ലെങ്കിൽ വഴികൾ തെളിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ കൂരിരുട്ടിൽ കൂടെ വളരെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥനയുടെ കരുത്ത് നിങ്ങൾക്ക് വലിയ ബലം നൽകുന്നു, അല്ലെങ്കിൽ വലിയ പിൻബലമാണ് എന്നുള്ളതാണ് ആ ചിന്തകളിലൂടെ ഞാൻ പറഞ്ഞു വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന 3 വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതൊന്ന് കാണാനായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന 3 വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ. പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, നാം പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തോടാണ് എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസ് സുവിശേഷം 11-ാമത്തെ അധ്യായം ആദ്യത്തെ 13 വാക്യങ്ങൾ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രേയേഴ്സ് എന്നാണ് ദൈവശാസ്ത്ര ചിന്തകന്മാർ വിളിക്കുന്നത്. ആദ്യത്തെ 13 വാക്യങ്ങളെ പ്രാർത്ഥനയുടെ തത്വങ്ങൾ എന്നാണ് ലൂക്കോസ് സുവിശേഷം 11-ന്റെ ആദ്യത്തെ 13 വാക്യങ്ങളെ വിളിക്കുന്നത്. അതിനകത്ത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ആ തുടക്ക വാചകം വളരെ രസകരമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന അഭിസംബോധന വാചകത്തോടു കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആരംഭിക്കേണ്ടുന്നത്. പ്രാർത്ഥിക്കാൻ ഒരുത്തൻ പായിൽ പോയിരിക്കുമ്പോൾ, പ്രാർത്ഥന മുറിക്കകത്തിരിക്കുമ്പോൾ, ദൈവാലയത്തിലിരിക്കുമ്പോൾ, പ്രാർത്ഥനാലയത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ആരംഭ വാക്കുകൾ വളരെ ഗൗരവമാണ്. ആരംഭ വാക്കുകൾ, അഭിസംബോധന വാചകം വളരെ ക്ലിയർ ആയിരിക്കണം. അത് പിതാവേ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം പ്രാർത്ഥിച്ചു തുടങ്ങുവാൻ. മിക്കവാറും പലരുടെയും പ്രാർത്ഥനകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ അത്തരത്തിൽ പിതാവേ എന്ന അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ന് എന്നെ ഈ ദൈവവചനത്തിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന സ്നേഹിതർ, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതെന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരുത്തൻ, പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഒരുത്തൻ ആരംഭവാചകം തീർച്ചയായിട്ടും ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അഥവാ പിതാവേ എന്ന അഭിസംബോധനയോടുകൂടെ ആയിരിക്കണം പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒന്നാമത്തെ മനോഭാവം എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അപ്പനോടാണ്, എൻ്റെ പിതാവിനോടാണ്. സ്വർഗത്തിലെ എൻ്റെ പിതാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ ആ കുട്ടികളോട് പെരുമാറുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്. ഏതെങ്കിലും ഒരു ആവശ്യം നിങ്ങളുടെ മുമ്പിൽ വന്ന് തൊഴുകൈയോടുകൂടെ പറയാൻ നിങ്ങൾ അനുവദിക്കുമോ? അല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്ലീഡ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ആവശ്യപ്പെടുമോ? ഒരിക്കലുമില്ല. പിതാവിൻ്റെ മുമ്പിൽ കെഞ്ചുക എന്ന് പറയുന്നത് അത് മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇതേ ഒരു മനോഭാവത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കാൻ ഒരുത്തൻ പോയിരിക്കുമ്പോൾ അവനുണ്ടാകേണ്ടുന്ന മനോഭാവം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പിതാവിനോടാണ്. അവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് ബഹുമാന പുരസ്സരം മാറി നിന്ന് ഭയത്തോടുകൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടുകൂടെ നമുക്ക് അവനോട് കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് ആ വാക്ക് നമുക്ക് നൽകി തരുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്. അങ്ങ് അകലെ മാറി നിന്ന് തൊഴുകയോടുകൂടെ നിൽക്കേണ്ടുന്ന ഒന്നല്ല നമ്മുടെ ദൈവം. തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ഉള്ളു തുറന്ന് അവനോട് സംസാരിക്കാനായിട്ട് കഴിയും. കാര്യം അവൻ നമ്മുടെ അപ്പനാണ്, പിതാവാണ് എന്നുള്ള ബോധ്യമാണ് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏതൊരു സങ്കടവും, തീർച്ചയായിട്ടും ഏതൊരു വേദനയും മറ്റാരും കേട്ടില്ലെങ്കിലും നിങ്ങളുടെ അപ്പൻ കേൾക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വർത്തമാനം, നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് സ്വർഗത്തിലെ നമ്മുടെ പിതാവിനോടാണ്. അതുകൊണ്ടല്ലേ തിരുവെഴുത്തുകളിൽ പലയിടങ്ങളിലും ദൈവത്തെ പിതാവിനോട് ഉപമിച്ചിരിക്കുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സങ്കടങ്ങൾ ശരിയായ നിലയിൽ അറിയാൻ കഴിയുന്ന ഒരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അവനോടാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. ആ പ്രാർത്ഥനയുടെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുന്നതിൽ ലൂക്കോസ് സുവിശേഷം 11-ന്റെ 5 വന്നു കഴിഞ്ഞാൽ, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ അവരെ ഒന്ന് ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് പറയുന്ന അടുത്തൊരു വാചകം ഭയങ്കര രസമാണ്. നിങ്ങളിൽ ഒരു സ്നേഹിതൻ നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, അവൻ രാത്രിയിൽ നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പക്കൽ അവന് വിളമ്പിക്കൊടുക്കാൻ ആഹാരമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ പോയി നിങ്ങളുടെ വീട്ടിൽ വന്ന ആ സ്നേഹിതന് നിങ്ങൾ ആഹാരം കൊടുക്കും എന്നുള്ള ഒരു ഉപമയാണ് യേശു 5 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞ് നമ്മളോട് കേൾപ്പിക്കുന്നത്. അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവൻ്റെ രണ്ടാമത്തെ മനോഭാവമാണ് യേശു അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ആരുടെ മുമ്പിലാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആരോടാണ് നിങ്ങൾ വർത്തമാനം പറയുന്നത്, ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി.
തൻ്റെ അടുക്കൽ വന്ന സ്നേഹിതന് വിളമ്പിക്കൊടുക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ട് മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ ഇവൻ കടന്നു പോവുകയും ആ സ്നേഹിതനോട് മുട്ടിപ്പായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല എക്സ്ക്യൂസസും അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടികൾ കൂടെ കിടക്കുന്നുണ്ട്, വാതിൽ അടച്ചിരിക്കുന്നു, രാത്രിയാണ്, വീട്ടിൽ അപ്പമുണ്ട്, പക്ഷേങ്കിൽ എടുത്തു തരാൻ ഈ കാരണത്താൽ നിർവാഹമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൻ സ്നേഹിതനായതുകൊണ്ട് മടിക്കാതെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവൻ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് ആവശ്യമുള്ളതെല്ലാം എടുത്തു കൊടുത്തു എന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവൻ അവൻ്റെ പ്രാർത്ഥനയുടെ ഒരു രണ്ടാമത്തെ മനോഭാവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്നേഹിതനോടാണ് എൻ്റെ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന മിക്കവാറും എല്ലാവർക്കും സ്നേഹിതന്മാരുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് നമുക്ക് ഒരുപാട് പേരുണ്ട്. ഈ ചങ്കുമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അപ്പനമ്മമാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതന് അറിയാമെന്നുള്ളതാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ സഭാ പാസ്റ്റർക്കോ നിങ്ങളുടെ സഹപാഠികൾ മറ്റ് പ്രിയപ്പെട്ടവർക്ക് വീട്ടിലുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത അനവധി കാര്യങ്ങൾ നിങ്ങളുടെ സ്നേഹിതന് അറിയാമെന്നുള്ളതാണ്. വളരെ രഹസ്യമായിട്ട് ആ വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ആരാനും അകപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പോയി പറയുന്നത് അവൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനോടായിരിക്കും. കാര്യം എന്താണെന്ന് അറിയാമോ? തീർച്ചയായിട്ടും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ല, അതും പോരാഞ്ഞിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് കൈപിടിച്ചൊന്ന് ഉയർത്താൻ ആ സ്നേഹിതന് കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി നമ്മുടെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഇതേ മനോഭാവമാണ് ഉണ്ടാകേണ്ടതെന്നാണ് യേശു നമ്മളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വർത്തമാനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ സ്നേഹിതനോടാണ്. ആ സ്നേഹിതൻ നിങ്ങളെ ചതിക്കാത്ത സ്നേഹിതനാണ്, ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാത്ത സ്നേഹിതനാണ്, ഇട്ടിട്ട് പോകാത്ത സ്നേഹിതനാണ്, നിങ്ങൾക്ക് എതിരെ പാര പണിയാത്ത ഒരു സ്നേഹിതനാണ്. അവൻ നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റും എന്നുള്ളതാണ് ആ വചനങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എത്ര മോശം കാര്യങ്ങളായിരുന്നാലും ഒരിക്കൽ പോലും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നാൽ പോലും നിങ്ങൾക്ക് കർത്താവിനോട് പോയി കാര്യം പറയാം. അവൻ നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് വിടുവിക്കാൻ മതിയായവനാണ്. അവൻ അപ്പൻ മാത്രമല്ല, ഒരു സ്നേഹിതൻ കൂടെയാണ്. തീർച്ചയായിട്ടും ആ സ്നേഹിതന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ പ്രിൻസിപ്പിൾസിൽ യേശു പറയുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഓർക്കേണ്ടുന്നതും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അടുത്ത് പറയുന്ന ചിന്ത. നമ്മുടെ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ മനോഭാവം അല്ലെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ട്. അത് പ്രാർത്ഥനയുടെ കൺക്ലൂഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന ഉപസംഗ്രഹിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്നും യേശുക്രിസ്തു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ആരംഭിക്കുന്നത് പിതാവേ എന്ന അഭിസംബോധനയോടുകൂടിയാണെങ്കിൽ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും യേശു പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കണമെന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ എൻ്റെ പേരിൽ, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എനിക്ക് അർപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം എൻ്റെ പേര് കളങ്കിതമായിരിക്കുന്ന ഒരു പേരാണ്. എൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേരിൽ ഒരുപാട് അനവധിയായിരിക്കുന്ന എന്താ പറയേണ്ടുന്നത്, പിശാചിന് ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് വസ്തുതകൾ എൻ്റെ പേരിൻ്റെ മണ്ടയ്ക്ക് കിടപ്പുണ്ട്. പക്ഷേങ്കിൽ ഒരു കുറ്റവും പറയാൻ കഴിയാത്ത, ഒരാരോപണവും ഉന്നയിക്കാൻ കഴിയാത്ത, ഒരാക്ഷേപവും ഉയർത്താൻ കഴിയാത്ത ഒരേ ഒരു നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് വിടുതൽ കിട്ടൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ അഡ്രസ്സിൽ, എൻ്റെ പേരിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ പിതാവ് എപ്പോഴും നീതിയുള്ളവനാണ്, വിശുദ്ധനാണ്. അവൻ്റെ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുമ്പോഴത്തേക്കും ആ പ്രാർത്ഥന സ്വീകരിക്കാൻ പിതാവിന് കഴിയത്തില്ല. കാര്യം ഞാൻ പാപിയാണ്, തെറ്റുകാരനാണ്, ജീവിതത്തിൽ ഒരുപാട് കളങ്കിതമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള വ്യക്തിയാണ്. പിശാചിന് തീർച്ചയായിട്ടും എനിക്ക് നേരെ അക്യൂസേഷൻ ഉയർത്താൻ, വാദഗതികൾ ഉയർത്താൻ, കുറ്റാരോപണങ്ങൾ നടത്താൻ പിശാചിന് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടുന്ന വാക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അവസാനത്തിൽ മാത്രമല്ല ആ പ്രാർത്ഥനയുടെ ഇടയിൽ കൂടെ പറയേണ്ടുന്ന ഒരു വാക്ക്,
ഞാൻ ഈ കാര്യങ്ങൾ അപേക്ഷിക്കുന്നത് എനിക്ക് രക്ഷ നൽകിയ എന്നെ വീണ്ടെടുത്ത പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾക്ക് മാത്രമേ, പ്രാർത്ഥനകൾക്ക് മാത്രമേ മറുപടി കിട്ടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാര്യം. കളങ്കിതമല്ലാത്ത ഒരു നാമം, എല്ലാ നാമത്തിനും മേലായ ഒരു നാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിനകത്ത് മാത്രമേ ദൈവീകമായിരിക്കുന്ന വിടുതലുകൾ, ശാശ്വതമായ വിടുതലുകൾ നടക്കുന്നുള്ളൂ. ലോകത്തിൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. മറ്റാരുടെ പേരിൽ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മറുപടി കിട്ടിയിട്ടില്ലേ, ഞാൻ ഇന്നാരുടെ പേരിൽ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി എനിക്ക് കിട്ടിയതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് പിശാചാണ് ആ മറുപടികൾ നൽകിയതെന്ന് അല്പം പോലും സംശയമില്ലാതെ പറയാനായിട്ട് കഴിയും. കാര്യം ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന ആപ്ലിക്കേഷൻസ്, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന പ്രാർത്ഥനാ വാചകങ്ങളിൽ പുത്രന്റെ കയ്യൊപ്പ് അത്യാവശ്യമാണ്. പുത്രന്റെ കയ്യൊപ്പില്ലാത്ത ഒറ്റ പ്രാർത്ഥനയും സ്വീകരിക്കപ്പെടുന്നില്ല, അത് തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വ്യക്തിയുടെ പേരിൽ പ്രാർത്ഥിച്ചപ്പോൾ ആരാണ് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആയിട്ട് പിശാചാണ് കേട്ടത്. ആ പിശാചിനും മറുപടിയൊക്കെ തരാനായിട്ട് കഴിയും. പക്ഷെ അതിലേറെ അവൻ ദുഃഖവും പിന്നത്തേതിൽ ജീവിതത്തിൽ സമ്മാനിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഓർക്കേണ്ടുന്നത്, എനിക്ക് എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനായിട്ട് കഴിയത്തില്ല. കാര്യം അത്രയും പരമവിശുദ്ധനായ അവൻ്റെ മുമ്പിൽ ഏറ്റവും ദോഷിയായിരിക്കുന്ന എനിക്ക് ചെല്ലാനായിട്ട് കഴിയത്തില്ല. എനിക്ക് അവിടെ ചെല്ലാനുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അത് നമ്മുടെ അപ്പനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിതാവേ എന്ന അഭിസംബോധന വാക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് ആണ്. രണ്ടാമത്തേത്, ഞാൻ എൻ്റെ വിഷയം പറയുന്നത് എൻ്റെ സ്നേഹിതനോടാണ്. എന്ന് വെച്ചാൽ എത്ര രഹസ്യമുള്ള ഒരു കാര്യമായിരുന്നാലും, പുറത്ത് ആരോട് പറയാൻ കഴിയാത്ത കാര്യമായിരുന്നാലും ആ കേസും നമ്മുടെ കർത്താവ് എടുക്കുമെന്നുള്ളതാണ്. അവനോട് നമുക്ക് എന്ത് കാര്യവും തുറന്ന് പറയാം. അവൻ നമ്മളെ ശിക്ഷിക്കത്തില്ല. ഏറ്റു പറഞ്ഞാൽ നമ്മളെ കരുണയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് അവനോട് സംസാരിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥനാ വാചകങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നത് എൻ്റെ പേരിലോ മറ്റേതെങ്കിലും പുണ്യവാളന്മാരുടെയോ മധ്യസ്ഥന്മാരുടെ പേരിലല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ വാചകങ്ങൾ അർപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ എനിക്ക് അതിനകത്ത് മറുപടി കിട്ടാൻ പോകുന്നുള്ളൂ. കാര്യം യേശുക്രിസ്തുവിൻ്റെ നാമമാണ് വിശുദ്ധ നാമം, അവൻ്റെ നാമമാണ് ഏറ്റവും പരിശുദ്ധമായ നാമം. ആ നാമത്തിൽ കൂടെയാണ് രക്ഷയുള്ളത്. അതുകൊണ്ട് ആ നാമത്തിൽ കഴിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ പ്രാർത്ഥനാ മുറിക്കകത്ത് പോകാൻ മടിക്കേണ്ട. ധൈര്യത്തോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനാ വാചകങ്ങൾ ദൈവത്തോട് പറയുക. ഓച്ചാനിച്ച് മാറി നിൽക്കുന്ന, ഭയഭക്തി ബഹുമാനത്തോടുകൂടെ നിൽക്കുന്നതല്ല. അപ്പൻ്റെ അടുക്കൽ ചെന്ന് വളരെ ലളിതമായ വാക്കുകളിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനോട് പറയാം. തീർച്ചയായിട്ടും അവൻ നമുക്ക് മറുപടി നൽകി തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.